തെരഞ്ഞെടുപ്പ് സമിതി നാളെ വീണ്ടും യോഗം ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ 31 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയ്ക്ക് ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ് യോഗം. പെരുമ്പാവൂരിലെ MLA എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിലും നാളെ തീരുമാനമുണ്ടായേക്കും. നാളത്തെ യോഗത്തോടെ സ്ഥാനാർത്ഥി നിർണയം അന്തിമമാക്കാനാണ് മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. സിറ്റിംഗ് MLA-മാരിൽ 3 പേർ ഒഴികെ എല്ലാവരും അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും തൃപ്പൂണിത്തറയിൽ മത്സരിക്കാനില്ലെന്നറിയിച്ച കെ ബാബുവിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കേസിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. പെരുമ്പാവൂരിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടത്തിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. പാലക്കാട് രമേശ് പിഷാരടി അടക്കമുള്ളവരുടെയും തൃപ്പൂണിത്തറയിൽ രാജു പി നായർ, ദീപക് ജോയി തുടങ്ങിയ പേരുകളും പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം CPM നേതൃത്വത്തോട് ഇടഞ്ഞ മുതിർന്ന നേതാവ് G. സുധാകരൻ ഭാവി നടപടികൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം ഇന്ന് നടക്കും. സുധാകരന്റെ വസതിയിൽ രാവിലെ 11-ന് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ G. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സുധാകരനെ അനുനയിപ്പിക്കാൻ ഇന്നലെ രാത്രിയും CPM നേതൃത്വം ശ്രമം നടത്തിയിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ വൈകിട്ട് അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സുധാകരനെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുതെന്ന് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ സുധാകരൻ തന്റെ മുൻ നിലപാടിൽ ഉറച്ചുനിന്നുവെന്നാണ് സൂചന. അതേസമയം ജില്ലാ സെക്രട്ടറി R. നാസർ, MLA-മാരായ H. സലാം, PP. ചിത്തരഞ്ജൻ എന്നിവർ സുധാകരനെ കാണാൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കൊപ്പം പോയിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും സുധാകരനെ ഫോണിൽ വിളിച്ചതായാണ് വിവരം. അനുനയ ശ്രമത്തിന് വഴങ്ങാതെ സ്വതന്ത്രനായി മത്സരിക്കാനാണ് സുധാകരന്റെ നീക്കമെങ്കിൽ മത്സരിക്കട്ടെ എന്നാണ് പാർട്ടിയുടെ നിലപാട്. സ്വതന്ത്രനായി മത്സരിച്ചാൽ സുധാകരനെ UDF പിന്തുണച്ചേക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചയിൽ അമ്പലപ്പുഴ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തി G. സുധാകരൻ അഡ്മിനായി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്.